ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, LGS, LDC, KS, ഡിഗ്രി ലെവൽ എക്സാം, ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് ഉപകാരപ്രദമായ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ്. എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ കോമൺ പ്രിലിമിനറി എക്സാം 2022 SSLC ലെവൽ സ്റ്റേജ് 6. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കും സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ സിലബസ് സെൻറ്ററിൽ എല്ലാ ടോപ്പിക്സും അതിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് ഉള്ള ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് വായിക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് തന്നെ പഠിച്ചു പോവുക. അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. കാരണം ഒരു ടോപ്പിക്സ് ഒരാഴ്ച ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചോ അതിൻ്റെയൊക്കെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. റിവിഷൻ ടെസ്റ്റ് എന്ന് നടക്കുന്നത് നേരത്തെ മുൻകൂട്ടി പറയുന്നില്ല. ടോപ്പിക്സ് നേരത്തെ പറയും. അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം സർപ്രൈസ് ആയിട്ടൊരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. പേപ്പർ അനാലിസിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഓപ്ഷൻസ്: പഞ്ചാബ്, കേരളം, ബീഹാർ, ഹരിയാന. ഉത്തരം നോക്കാം. ഉത്തരം പഞ്ചാബ്. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. രണ്ടാമത്തെ ചോദ്യം ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. ചോദ്യം വായിക്കാം. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന: രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന: എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പ്രസ്താവന: ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. നാലാമത്തെ പ്രസ്താവന: രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഓപ്ഷൻസ്: 1ഉം 2ഉം ശരി, 2ഉം 4ഉം ശരി, 1ഉം 3ഉം ശരി, 1ഉം 4ഉം ശരി. ഇത്ര അറിയാവുന്നവർ എഴുതുക. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കാം. ഉത്തരം 1ഉം 3ഉം ശരി. ഇവിടെ കറക്റ്റായിട്ടുള്ള പ്രസ്താവന: രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ പ്രസ്താവനയും കറക്റ്റാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റാണ്. നാലാമത്തെ പ്രസ്താവന രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് +1 NCERT സുവോളജി ടെക്സ്റ്റിൽ നിന്നാണ്. അപ്പോൾ ടെക്സ്റ്റിലെ പോയിന്റ്സ് വായിക്കും. പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടെക്സ്റ്റിലെ പോയിന്റ്സ് വായിച്ചിട്ട് നോട്ട് വായിക്കാം. +1 NCERT ടെക്സ്റ്റിലെ പോയിന്റ്സ് നോക്കാം. +1 NCERT സുവോളജി ടെക്സ്റ്റിലെ ടോപ്പിക്കാണ്. അരുണ രക്തകോശങ്ങൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് അരുണ രക്തകോശങ്ങൾ അഥവാ ചുവന്ന രക്തകോശങ്ങൾ, RBC. ഇതൊരു പോയിന്റാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ ഏതാണ്? അരുണ രക്തകോശങ്ങൾ അഥവാ ചുവന്ന രക്തകോശങ്ങൾ, RBC. പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ 1 ഘന മില്ലിമീറ്റർ രക്തത്തിൽ ശരാശരി 5 ദശലക്ഷം മുതൽ 5.5 ദശലക്ഷം വരെ അരുണ രക്തകോശങ്ങൾ ഉണ്ടായിരിക്കും. പ്രായപൂർത്തിയായാൽ അരുണ രക്താണുക്കൾ ഉണ്ടാകുന്നത് ചുവന്ന അസ്ഥിമജ്ജയിലാണ്. ഭൂരിഭാഗം സസ്തനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണ രക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുകയില്ല. RBCയിൽ ന്യൂക്ലിയസ് ഉള്ള ഒരു അനിമലുണ്ട്. നിങ്ങൾക്ക് ആനിമലിൻ്റെ പേരറിയാമെങ്കിൽ ആനിമൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണത്. ഭൂരിഭാഗം സസ്തനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണ രക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. അരുണ രക്താണുക്കളുടെ ഇരുഭാഗവും അവതര രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് ഒഴിഞ്ഞ രൂപത്തിൽ ബൈകോൺകേവ് ഷേപ്പായിരിക്കും. ചുവന്ന നിറത്തോടു കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണ മാംസ്യം, കോംപ്ലക്സ് മാംസ്യം, പ്രോട്ടീൻ ഇവയിലുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ചുവന്ന നിറമുള്ളതും ഈ പേര് ലഭിച്ചതും. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും. ഈ തന്മാത്രകൾ ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസമാണ്. അതിനുശേഷം ഇവ പ്ലീഹയിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്നു. ശ്വേതരക്തകോശങ്ങളിൽ അഥവാ വെളുത്ത രക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, WBC, ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ അവ നിറമില്ലാത്തവയാണ്. ഇവ മർമ്മം ഉള്ളവയാണ്. ആപേക്ഷികമായി വളരെ കുറച്ചെണ്ണം മാത്രമുള്ളവയാണ്. അതായത് രക്തകോശങ്ങളിൽ ഏറ്റവും കുറവുള്ളത് WBC ആണ്, ഏറ്റവും കൂടുതലുള്ളത് RBC. 1 ഘന മില്ലിമീറ്റർ രക്തത്തിൽ ശരാശരി 6000 തൊട്ട് 8000 വരെ എണ്ണം കാണപ്പെടുന്നവയാണ്. പൊതുവെ ശ്വേതരക്താണുക്കൾ ആയുഷ്കാലം കുറഞ്ഞവയാണ്, ലൈഫ് സ്പാൻ കുറവാണ്. നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള ശ്വേതരക്തകോശങ്ങളുണ്ട്. കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവയും, കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസമാണ്. സൈറ്റോപ്ലാസത്തിൽ തരികൾ ഉള്ളവയെ ഗ്രാന്യൂൾസ് ഉള്ളവയെ ഗ്രാനുലോസൈറ്റ്സ് എന്നും തരികളില്ലാത്തവയെ, കോശദ്രവ്യത്തിൽ ഗ്രാന്യൂൾസ് ഇല്ലാത്തതിനെ എഗ്രാനുലോസൈറ്റ്സ് എന്നും പറയുന്നു. തരികൾ ഉള്ളവയിൽ ഇതാണ് ക്ലാസിഫിക്കേഷൻ. അതായത് ഗ്രാനുലോസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷനാണ് ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ എന്നീ വിവിധ തരം കോശങ്ങളുണ്ട്. ഇനി ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളും അത് തരികളില്ലാത്തവയിൽ എഗ്രാനുലോസൈറ്റിൽ വരുന്നവയാണ്. ഇവിടെയാണ് ഞാൻ കൺഫ്യൂസിങ് വരുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്.
നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പത്തിന് ടേബിൾ വൈസ് ആയിട്ട് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വേതരക്തകോശങ്ങളിൽ ഭൂരിഭാഗവും ന്യൂട്രോഫില്ലാണ്. അതായത് എണ്ണത്തിൽ കൂടുതലുള്ളത് ന്യൂട്രോഫില്ലാണ്. ന്യൂട്രോഫിൽ ഒരു ഗ്രാനുലോസൈറ്റ് ആണ്. ഏകദേശം 60 തൊട്ട് 65%. ഇവയിൽ ഏറ്റവും കുറവുള്ളത് ബേസോഫില്ലുകളാണ്. ഏകദേശം 0.5 to 1%. ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളും 6 തൊട്ട് 8% വരെ ഭക്ഷക കോശങ്ങളാണ്. അതായത് ഫാഗോസൈറ്റിക് സെൽസ്. എന്താണ് ഫാഗോസൈറ്റിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇവ ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യജീവികളെ നശിപ്പിക്കുന്നു. അതായത് ശരീരത്തിൽ പ്രവേശിക്കുന്ന ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യലാണ് ഫാഗോസൈറ്റിക് സെൽസിന്റെ ഫംഗ്ഷൻ. അടുത്ത പോയിന്റ് ബേസോഫില്ലുകളാണ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ മുതലായവ സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. അണുബാധ തടയുന്ന ഈസ്നോഫില്ലുകൾ ഏകദേശം 2 തൊട്ട് 3% അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇടപെടുന്നു. ലിംഫസൈറ്റുകൾ 20 തൊട്ട് 25% 2 പ്രധാന തരത്തിൽ കാണപ്പെടുന്നു. ബിയും ടിയും. ബി ലിംഫസൈറ്റ്, ടി ലിംഫസൈറ്റ്. ഇവ രണ്ടും ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളെ ത്രോംബോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇവ കോശാംശങ്ങളാണ്. അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ നോക്കി വെക്കുക. അസ്ഥിമജ്ജ, ബോൺ മാരോ, പ്രത്യേകതര കോശങ്ങളായ മഹാമർമ്മകോശം. മർമ്മം ന്യൂക്ലിയസ്. മഹാമർമ്മകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ കാരിയോസൈറ്റ്സ്. 1 ഘനമില്ലിലിറ്റർ രക്തം സാധാരണ 1,50,000 മുതൽ 3,50,000 വരെ പ്ലേറ്റ്ലെറ്റ് കാണപ്പെടുന്നു. പ്ലേറ്റ്ലെറ്റുകൾ പുറത്തുവിടുന്ന വിവിധ പദാർത്ഥങ്ങളിൽ ഭൂരിഭാഗവും രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നവയാണ്. ഇവയുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് രക്തം കട്ടപിടിക്കൽ പ്രക്രിയ തകരാറിലാക്കുകയും തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടമാവുകയും ചെയ്യും. ഇത്രയും നമ്മൾ നോക്കിയത് സുവോളജി ടെക്സ്റ്റിലെ പോയിന്റ്സ് ആണ്. നമ്മളിപ്പോൾ NCERT ടെക്സ്റ്റിലെ പോയിന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റിലെ പോയിന്റ്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി സിമ്പിൾ നോട്ട്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ നോട്ടൊന്ന് നോക്കാം. അതിന് ടെക്സ്റ്റിൽ പല സ്ഥലത്തായിരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലാസ് എടുത്ത് സമയം എടുക്കുന്നത്. അപ്പോൾ അതിന് ഇംഗ്ലീഷിലെ നോട്ട്സ്, ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെയാണ് നോട്ട്സ്. അപ്പം മലയാളത്തിലൊക്കെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ആണ് സമയം എടുക്കുന്നത്. ബ്ലഡ് സെൽസിനെ കുറിച്ചുള്ള നോട്ടാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ടേബിളൊക്കെ ഇങ്ങനെ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പോയിന്റ്സ് ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസൊക്കെ മലയാളത്തിലോട്ട് ആക്കി എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം ധാരാളം വരുന്നത്, സമയം എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഫ്രീ ക്ലാസ് ആയതുകൊണ്ടാണ് പതുക്കെ ക്ലാസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സമയം എടുക്കുന്നതുകൊണ്ട് ക്ലാസ് ആഡ് ചെയ്യാൻ താമസിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് പോയിന്റ്സ് നോക്കാം. നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് സെൽസിനെ കുറിച്ചാണ്. അപ്പോൾ 3 തരം രക്തകോശങ്ങളുണ്ട്. 1 അരുണ രക്തകോശങ്ങൾ, 2 ശ്വേതരക്തകോശങ്ങൾ, 3 പ്ലേറ്റ്ലെറ്റുകൾ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1 അരുണ രക്തകോശങ്ങൾ ഓർ റെഡ് ബ്ലഡ് സെൽസ് ഓർ RBC. അരുണ രക്തകോശങ്ങൾ അറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ കണ്ട ചോദ്യം എന്തായിരുന്നു? എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കപ്പോൾ അറിയാൻ പറ്റും എറിത്രോസൈറ്റ്സ് എന്നല്ല എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളല്ല. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ രക്താണുക്കളാണ് അല്ലെങ്കിൽ അരുണ രക്തകോശങ്ങളാണ്. അരുണ രക്തകോശങ്ങൾ റെഡ് ബ്ലഡ് സെൽസ് RBC ഓർ എറിത്രോസൈറ്റ്സ്. അരുണ രക്തകോശങ്ങൾ അറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്സ്. അടുത്ത പോയിന്റ് ശ്വേതരക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് WBC. ശ്വേതരക്തകോശങ്ങളുടെ മറ്റൊരു പേര് ല്യൂക്കോസൈറ്റ്സ്. ശ്വേതരക്തകോശങ്ങൾ അറിയപ്പെടുന്നത് ല്യൂക്കോസൈറ്റ്സ്. 3 പ്ലേറ്റ്ലെറ്റുകൾ അറിയപ്പെടുന്നത് ത്രോംബോസൈറ്റുകൾ. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് നോക്കുക. അരുണ രക്തകോശങ്ങൾ റെഡ് ബ്ലഡ് സെൽസ് RBC. അരുണ രക്തകോശങ്ങൾ അറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്സ്. ശ്വേതരക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് WBC. ശ്വേതരക്തകോശങ്ങൾ അറിയപ്പെടുന്നത് ല്യൂക്കോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റുകൾ അറിയപ്പെടുന്നത് ത്രോംബോസൈറ്റ്സ്. അടുത്ത പോയിന്റ് നോക്കാം. എറിത്രോസൈറ്റുകൾ RBC റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ അരുണ രക്തകോശങ്ങൾ. ലൂക്കോസൈറ്റ്സുകൾ WBC വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ ശ്വേതരക്തകോശങ്ങൾ. പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോസൈറ്റുകൾ എന്നിവയെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് രക്തകോശങ്ങൾ, രക്താണുക്കൾ ഓർ ഫോംഡ് എലമെന്റ്സ്. അപ്പോൾ എന്താണ് ഫോംഡ് എലമെന്റ്സ്? എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആർ നോൺ ആസ് ഫോംഡ് എലമെന്റ്സ്. എറിത്രോസൈറ്റുകൾ, ല്യൂക്കോസൈറ്റുകൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് രക്തകോശങ്ങൾ അഥവാ രക്താണുക്കൾ അല്ലെങ്കിൽ ഫോംഡ് എലമെന്റ്സ്. പെർസെൻറ്റേജ് നോക്കി വെക്കുക. രക്തത്തിൻ്റെ 45% രക്തകോശങ്ങളാണ്. ബ്ലഡിലെ 45% ബ്ലഡ് സെൽസ് ആണ് അല്ലെങ്കിൽ ഫോംഡ് എലമെന്റ്സ് ആണ്. ബ്ലഡിൻ്റെ 45% ഫോംഡ് എലമെന്റ്സ് ആണ്. അരുണ രക്തകോശങ്ങൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് RBC അറിയപ്പെടുന്നത് അരുണ രക്തകോശങ്ങൾ അറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്. നമ്മൾ NCERT ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതേ പോയിന്റ് തന്നെയാണ് വായിക്കുന്നത്. പക്ഷേ ഇവിടെ പോയിന്റ്സ് അങ്ങനെ പല സ്ഥലത്ത് കിടക്കുന്ന പോയിന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എറിത്രോസൈറ്റ് രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? RBC ആണ്. റെഡ് ബ്ലഡ് സെൽസ് ആണ് രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇനി സൈറ്റ് ഓഫ് ഫോർമേഷൻ എവിടെയാണ് രക്തകോശങ്ങൾ, അരുണ രക്തകോശങ്ങൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്? അസ്ഥിമജ്ജയിൽ, ബോൺ മാരോയിൽ നിന്നാണ്
RBC ഫോം ചെയ്യുന്നത്. മിക്ക സസ്തനികളിലും അരുണരക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ല. ഇതൊരു പോയിന്റാണ്. മിക്ക സസ്തനികൾക്കും അരുണരക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ നേരത്തെ ഞാൻ ടെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിരുന്നു. RBCയിൽ ന്യൂക്ലിയസ് പ്രസന്റ് ആയിട്ടുള്ള ഒരു അനിമൽ ഉണ്ട്. ആനിമലിന്റെ പേര് കമന്റ് ചെയ്യുക. അടുത്ത പോയിന്റ് RBCയുടെ ഷേപ്പാണ്. RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ഷേപ്പാണ്. ഇവിടെ ബൈകോൺകേവ് ഷേപ്പ് അത് കണ്ടു. RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ആണ്. ഇനി മലയാളത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണരക്താണുക്കളുടെ ഇരുഭാഗവും അവതല രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് കുഴിഞ്ഞ രൂപത്തിൽ ആണ് ബൈകോൺകേവ് ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഹീമോഗ്ലോബിൻ, ചുവന്ന നിറമുള്ള ഇരുമ്പ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ. ഈ ഒരു പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ് RBCക്ക് ആ പേര് കിട്ടിയതും ആ നിറം കിട്ടിയതും. റെഡ് ബ്ലഡ് സെൽ എന്നുള്ള പേര് കിട്ടിയതും റെഡ് കളറിലിരിക്കുന്നത് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താണെന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. അടുത്ത ലൈഫ് സ്പാൻ, RBCയുടെ ലൈഫ് സ്പാൻ ആണ്. ശരാശരി 120 ദിവസത്തെ ആയുസുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 120 ഡേയ്സ്, 120 ദിവസം, 120 ദിവസം. ഓപ്ഷൻ ചിലപ്പോൾ 120 ദിവസം, 120 ആഴ്ച, 120 വീക്ക് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ 120 എന്നുള്ള ഓർമ്മ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഡേ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 120 ഡേയ്സ്, ശരാശരി 120 ദിവസമാണ് റെഡ് ബ്ലഡ് സെൽസ് RBC എറിത്രോസൈറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ. അതിനുശേഷം അവ പ്ലീഹയിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യുന്നു. സൈറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ. പ്ലീഹ അറിയപ്പെടുന്നത് RBCകളുടെ ശ്മശാനം. ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്ന സ്പ്ലീൻ. സ്പ്ലീൻ്റെ മലയാളമാണ് പ്ലീഹ. ഇത് മിക്ക PSC പരീക്ഷകളിലും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. RBCകളുടെ ശ്മശാനം അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് പ്ലീഹ. നമ്മൾ നേരത്തെ RBCയിലെ പ്രോട്ടീൻ്റെ പേര് വായിച്ചു, ഹീമോഗ്ലോബിൻ. അതായത് ഹീം എന്ന് വെച്ചാൽ അയൺ, ഗ്ലോബിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ, ഇരുമ്പടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. ശ്വസനവാതകങ്ങളുടെ സംവഹനം, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അപ്പോൾ ഇത്രയാണ് RBC അരുണരക്തകോശങ്ങളുടെ പോയിന്റ്സ്. അരുണരക്തകോശങ്ങൾ അറിയപ്പെടുന്നത് റെഡ് ബ്ലഡ് സെൽസ്, RBC, എറിത്രോസൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അസ്ഥിമജ്ജയിൽ, ബോൺ മാരോയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. മിക്ക സസ്തനികളിലും അരുണരക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ല. ബൈകോൺകേവ് ആകൃതി, ഹീമോഗ്ലോബിൻ, ചുവന്ന നിറമുള്ള ഇരുമ്പടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ. ലൈഫ് സ്പാൻ, RBCയുടെ ലൈഫ് സ്പാൻ 120 ദിവസത്തെ ലൈഫ് സ്പാൻ ആണുള്ളത്. അതിനുശേഷം അവ പ്ലീഹയിൽ വെച്ച് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. പ്ലീഹ ഓർ സ്പ്ലീൻ, RBCകളുടെ ശ്മശാനം ഓർ ഗ്രേവ്യാർഡ് ഓഫ് RBC. ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, ശ്വസനവാതകങ്ങളുടെ സംവഹനം, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ശ്വേതരക്തകോശങ്ങൾ. ശ്വേതരക്തകോശങ്ങളെ പറ്റിയാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്വേതരക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, WBC അഥവാ വെളുത്ത രക്തകോശങ്ങൾ. ശ്വേതരക്തകോശങ്ങൾ അറിയപ്പെടുന്നത് ല്യൂക്കോസൈറ്റ്. വെളുത്ത രക്തകോശങ്ങൾ ഓർ WBC. അപ്പം ശ്വേതരക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, WBC, ല്യൂക്കോസൈറ്റ്. അടുത്ത പോയിന്റ് നോക്കാം. നിറമില്ല. ശ്വേതരക്തകോശങ്ങൾക്ക് നിറമില്ല. കാരണം എന്താണ്? അവയ്ക്ക് ഹീമോഗ്ലോബിൻ ഇല്ല. ഹീമോഗ്ലോബിൻ്റെ അഭാവം കാരണം ശ്വേതരക്തകോശങ്ങൾക്ക് നിറമില്ല. ഹീമോഗ്ലോബിൻ ഈസ് ആബ്സെൻറ്റ് ഇൻ WBC, സോ ഇറ്റ് ഹാസ് നോ കളർ. അടുത്ത പോയിന്റ് ന്യൂക്ലിയേറ്റഡ്, അതായത് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി എണ്ണത്തിൽ താരതമ്യേന കുറവാണ്. എണ്ണത്തിൽ വളരെ കുറവാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. അടുത്തതിന് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. നമ്മൾ നോക്കുന്നത് WBCയുടെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ അതേ പോയിന്റ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ടെക്സ്റ്റിലെ പോയിന്റ്സ് പല പല സ്ഥലത്താണ്. പഠിക്കാനുള്ള എളുപ്പത്തിനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 types of WBC. WBCയുടെ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ്. ഗ്രാനുലോസൈറ്റ് കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവ. കോശദ്രവ്യം എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസത്തിലെ ഗ്രാന്യൂൾസ് പ്രസന്റ് ആണെങ്കിൽ അവയെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. അടുത്തത് എഗ്രാനുലോസൈറ്റ്, കോശദ്രവ്യത്തിൽ അഥവാ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് അഥവാ തരികൾ ഇല്ലാത്തവയാണെങ്കിൽ എഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. ഇനി ഗ്രാനുലോസൈറ്റ്സിനും എഗ്രാനുലോസൈറ്റ്സിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യം നമുക്ക് ഗ്രാനുലോസൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ളതാണ് ഗ്രാനുലോസൈറ്റ്സ്. ക്ലാസിഫിക്കേഷൻ: ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ് 60 to 65%, ഈസ്നോഫിൽസ് 2 to 3%, ബേസോഫിൽസ് 0.5 to 1%. അടുത്ത ഗ്രാനുലോസൈറ്റ് ക്ലാസിഫിക്കേഷൻ: ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ലിംഫോസൈറ്റ് 20 to 25%, മോണോസൈറ്റ് 6 to 8%. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ, ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്ന നമുക്ക് കുറച്ച് കഴിഞ്ഞ് എക്സാമിനൊക്കെ പോകുമ്പോൾ കൺഫ്യൂഷൻ വരും. ഏതൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്, ഏതൊക്കെയാണ് എഗ്രാനുലോസൈറ്റ് എന്നുള്ള കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പഠിക്കാൻ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ട് ഓർത്ത് വെക്കുക. ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശദ്രവ്യത്തിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ തരികളുള്ളവ, അതായത് ഗ്രാന്യൂൾസ് ഉള്ളവ, അതായത് ദേ ആർ ഫിൽഡ് വിത്ത് ഗ്രാന്യൂൾസ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്തിരിക്കാം. ഇൻ ഗ്രാനുലോസൈറ്റ്സ് ദ സൈറ്റോപ്ലാസം ഈസ് ഫിൽഡ് വിത്ത് ഗ്രാന്യൂൾസ്, അതായത് സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഫിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഫിൽ എന്ന് പറയുന്ന വാക്കുള്ളതാണ്
ഗ്രാനുലോസൈറ്റ്സ്. ദെയർ സൈറ്റോപ്ലാസം ആർ ഫിൽഡ് വിത്ത് ഗ്രാനുൾസ്. സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസ് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുൾസ് എന്ന് വെച്ചാൽ തരികൾ കൊണ്ട് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വാക്കാണ് ഫില്ല് എന്നുള്ള വാക്കുകൊണ്ട് നോക്കുക. ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. സോ ദീസ് ആർ ഗ്രാനുലോസൈറ്റ്. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പോയിന്റ് പറഞ്ഞു തരുന്നത്. നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടി ആ ഒരു പോയിന്റ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഏതാണ് ഗ്രാനുലോസൈറ്റ്, ഏതാണ് എഗ്രാനുലോസൈറ്റ് എന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പോയിന്റ് പറഞ്ഞു തരുന്നത്. ദെൻ വാട്ട് ആർ ഗ്രാനുലോസൈറ്റ്സ്? In granulocyte, the cytoplasm is filled with granules. So, classification of granulocytes includes neutrophils, eosinophils, basophils. നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എഗ്രാനുലോസൈറ്റ്. ഇൻ എഗ്രാനുലോസൈറ്റ് ദ സൈറ്റോപ്ലാസം ഈസ് ഡിവോയിഡ് ഓഫ് ഗ്രാനുൾസ്. അതായത് കോശദ്രവ്യത്തിൽ ഗ്രാനുൾസ് അല്ലെങ്കിൽ തരികൾ ഇല്ലെങ്കിൽ അതിനെ എഗ്രാനുലോസൈറ്റ് എന്ന് വിളിക്കും. അതിന് ക്ലാസിഫിക്കേഷൻ ലിംഫോസൈറ്റും മോണോസൈറ്റുമാണ്. അതുപോലെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് നോക്കി വെക്കുക. ന്യൂട്രോഫിൽസ് 60 to 65%, ഈസ്നോഫിൽസ് 2 to 3%, ബേസോഫിൽസ് 0.5 to 1%, ലിംഫോസൈറ്റ് 20-25%, മോണോസൈറ്റ് 6 to 8%. ഇവിടെ ഒരു ചോദ്യം വരാം. എന്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന WBC ഏതാണ്, ഏറ്റവും കുറവ് കാണപ്പെടുന്ന WBC ഏതാണ്? ഇത് ഈ പോയിന്റ് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ കാണുന്ന WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ ഏതാണ്? ന്യൂട്രോഫിൽസ് ആണ്. ന്യൂട്രോഫിൽസ് 60 to 65% ആണ്. ഏറ്റവും കുറവ് കാണുന്ന WBC ബേസോഫിൽസ് ആണ്. ബേസോഫിൽസ് 0.5 to 1% ആണ്. ടെക്സ്റ്റ് എല്ലാ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിലെ പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഏതൊക്കെയാണ്, അവ എന്താണ് അതിൻ്റെ ഡിഫറൻസ്, ഗ്രാനുലോസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് ഏതൊക്കെ എത്ര എമൗണ്ട് ഓഫ് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനുലോസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് എല്ലാ ഉത്തരങ്ങളും കിട്ടും. പോയിൻ്റായിട്ട് നോക്കാം, നമുക്ക് ചോദ്യമായിട്ട് തന്നെ നോക്കാം. വെളുത്ത രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽസ് 60 തൊട്ട് 65% വരെ. ഇനി വെളുത്ത രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് ബാസോഫിൽസ് 0.5 to 1%. ഈസ്നോഫിൽസ് അണുബാധ പ്രതിരോധം, അലർജി പ്രതിപ്രവർത്തനം. ഈസ്നോഫിൽസിൻ്റെ പോയിന്റ് അലർജി റിയാക്ഷൻ വരുന്ന ഏത് ഗ്രാനുലോസൈറ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്നോഫിൽസ് ആണ്. ലിംഫോസൈറ്റ് ഏതാണ്? ലിംഫോസൈറ്റ് ഒരു എഗ്രാനുലോസൈറ്റ് ആണ്. ആണല്ലോ, എഗ്രാനുലോസൈറ്റ് ആണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് 20 തൊട്ട് 25%. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഫംഗ്ഷൻ എന്താണ്? ബി ആൻഡ് ടി ലിംഫോസൈറ്റ് ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നു. അതായത് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയാണ് ലിംഫോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ. അടുത്തത് ഫാഗോസൈറ്റിക് കോശങ്ങൾ. ഫാഗോസൈറ്റിക് സെൽസ് ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. എന്താണ് ഫാഗോസൈറ്റിക് സെൽസ് എന്ന് നമുക്ക് അടുത്ത പോയിന്റായിട്ട് നോക്കാം. ഫാഗോസൈറ്റിൻ്റെ സെൽസിൻ്റെ എക്സാമ്പിൾസ് ന്യൂട്രോഫിൽസും മോണോസൈറ്റും. ന്യൂട്രോഫിൽസ് ഒരു ഗ്രാനുലോസൈറ്റ് ആണ്, മോണോസൈറ്റ് ഒരു എഗ്രാനുലോസൈറ്റ് ആണ്. WBCയുടെ സെൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ WBCയിലെ ഫാഗോസൈറ്റിക് സെൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽസും മോണോസൈറ്റ്. ന്യൂട്രോഫിൽ ഒരു ഗ്രാനുലോസൈറ്റ് ആണ്, മോണോസൈറ്റ് ഒരു എഗ്രാനുലോസൈറ്റ് ആണ്. എന്താണ് ഫാഗോസൈറ്റിക് കോശങ്ങൾ നോക്കാം. ഫാഗോസൈറ്റിക് കോശങ്ങളുടെ മലയാളം ഭക്ഷക കോശങ്ങൾ. ഫാഗോസൈറ്റിക് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യജീവികളെ, ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുന്ന കോശങ്ങൾ. ദ സെൽസ് ദോസ് ഡിസ്ട്രോയ് ദ ഫോറിൻ ബോഡീസ് എൻറ്റർ ഇൻ ടു ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്ന ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റിക് കോശങ്ങൾ. ഫാഗോസൈറ്റിക് കോശങ്ങളുടെ മലയാളം ഇതാണ് ഭക്ഷക കോശങ്ങൾ. ഇതാണ് WBCയുടെ പോയിന്റ്സ്. ശ്വേത രക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് WBC, അറിയപ്പെടുന്നത് ലൂക്കോസൈറ്റ്. വെളുത്ത രക്തകോശങ്ങൾ WBC. നിറമില്ല, ഹീമോഗ്ലോബിൻ അഭാവം കാരണം വൈറ്റ് ബ്ലഡ് സെൽസിന് നിറമില്ല. ന്യൂക്ലിയേറ്റഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. എണ്ണത്തിൽ താരതമ്യേന കുറവാണ്. ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഇനി 2 ടൈപ്സ് ഓഫ് WBC ഉണ്ട്, ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും. കോശദ്രവ്യത്തിൽ തരികളുള്ളവയെ ഗ്രാനുലോസൈറ്റ്സ് എന്നും കോശദ്രവ്യത്തിൽ തരികളില്ലാത്തവയെ, കോശദ്രവ്യം സൈറ്റോപ്ലാസമാണ്, കോശദ്രവ്യത്തിൽ തരികളില്ലാത്തവയെ എഗ്രാനുലോസൈറ്റ് എന്നും പറയുന്നു. ഇനി ഗ്രാനുലോസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ് 60 തൊട്ട് 65%, ഈസ്നോഫിൽസ് 2 തൊട്ട് 3%, ബേസോഫിൽസ് 0.5 to 1%. എങ്ങനെയാണ് ഗ്രാനുലോസൈറ്റ്സിനെ ഓർത്തിരിക്കുന്നത് എന്നുള്ള പോയിന്റ് പറഞ്ഞു തരുന്നു. സൈറ്റോപ്ലാസം ഗ്രാനുൾസിനാൽ ഫിൽ ചെയ്തപ്പെട്ടിരിക്കുന്ന ഗ്രാനുലോസൈറ്റ്സ്. സോ ഫിൽ വരുന്നതാണ് ഗ്രാനുലോസൈറ്റ്സ്. ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. ഇനി എഗ്രാനുലോസൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ലിംഫോസൈറ്റ് 20 തൊട്ട് 25%, മോണോസൈറ്റ് 6 തൊട്ട് 8%. അടുത്ത വെളുത്ത രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽസ് 60 തൊട്ട് 65%. വെളുത്ത രക്തകോശങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് ബാസോഫിൽസ് 0.5 to 1%. ഈസ്നോഫിൽസ് അണുബാധ പ്രതിരോധം, അലർജി പ്രതിപ്രവർത്തനം. ലിംഫോസൈറ്റുകൾ ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ആൻഡ് ടി ലിംഫോസൈറ്റുകൾ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നു. ഇനി ഫാഗോസൈറ്റിക് കോശങ്ങൾ, ഫാഗോസൈറ്റിക് സെൽസ് ന്യൂട്രോഫിൽസും മോണോസൈറ്റും. ന്യൂട്രോഫിൽസ് ഒരു ഗ്രാനുലോസൈറ്റ് ആണ്, മോണോസൈറ്റ് അഗ്രാനുലോസൈറ്റ് ആണ്. ഇനി ഫാഗോസൈറ്റിക് കോശങ്ങൾ ഭക്ഷക കോശങ്ങൾ, ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യജീവികളെ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുന്ന കോശങ്ങൾ. ബേസോഫില്ലുകളുടെ ഒരു പോയിന്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. ബാക്കി എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബേസോഫില്ലുകൾ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസോഫിൽ സെക്രീറ്റ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ മുതലായ സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധമായ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. ഈ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റും നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റും കൂടെ വായിക്കുന്നതുകൊണ്ട് ഒരു പോയിന്റ് നമ്മൾ മിസ് ചെയ്യുന്നില്ല.
എന്നാലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്താണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ പോയിന്റ്സും പ്രിപ്പയർ എടുത്ത് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം ചില മലയാളങ്ങളൊന്നും ചില പദങ്ങളുടെ മലയാളങ്ങളൊന്നും കിട്ടാൻ പാടാണ്, ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും വിടാതെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ആഡ് ചെയ്യാത്ത പോയിന്റ്സ് ഞാൻ ഒന്നും കൂടെ എടുത്ത് ടെക്സ്റ്റിലെ പോയിന്റ്സ് ആയിട്ട് വായിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഒന്നും കൂടെ നോക്കാം. ബേസോഫില്ലുകളാണ് ഹിസ്റ്റമിൻ, സെറട്ടോൺ, ഹെപ്പാരിൻ മുതലായവ സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധമായ വിങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ബേസോഫിൽ സെക്രേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ? ഹിസ്റ്റമിൻ, സെറട്ടോൺ, ഹെപ്പാരിൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചാണ്. പ്ലേറ്റ്ലെറ്റുകൾ അറിയപ്പെടുന്ന ത്രോംബോസൈറ്റുകൾ മെഗാ കാരിയോസൈറ്റുകൾ, അതായത് അസ്ഥിമജ്ജയിലെ പ്രത്യേക കോശങ്ങളിൽ നിന്നാണ് ത്രോംബോസൈറ്റുകൾ രൂപം കൊള്ളുന്നത്. ഇവിടെ ഒരു മലയാളത്തിലുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ മെഗാ കാരിയോസൈറ്റ്സിന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമർമ്മകോശങ്ങൾ. പിന്നെ പ്ലേറ്റ്ലെറ്റുകൾ അഥവാ ത്രോംബോസൈറ്റുകൾ കോശാംശങ്ങളാണ്. അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു. അവയിൽ മിക്കതും രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്നു. അവയുടെ എണ്ണം കുറയുന്നത് രക്തം കട്ടപിടിക്കുന്നുള്ള തകരാറുകൾക്ക് കാരണമാകും. ഇത് ശരീരത്തിൽ നിന്ന് അമിതമായ രക്തം നഷ്ടപ്പെടാൻ ഇടയാകും. അപ്പം ഇത്രയാണ് രക്തകോശങ്ങൾ അഥവാ രക്താണുക്കൾ അഥവാ ഫോംഡ് എലമെൻറ്റ്സ് നോട്ട്. ഫോംഡ് എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇത് NCERT സുവോളജി ടെക്സ്റ്റിലെ ടോപ്പിക്കാണ്. നമ്മൾ ഇത്രയും പോയിന്റ്സാണ് നോക്കിയത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു? മനുഷ്യരീരത്തിൽ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നമ്മൾ ഉത്തരവൊക്കെ വായിച്ചു. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന കറക്റ്റാണ്. നമ്മൾ NCERT ടെക്സ്റ്റിലെ പോയിന്റ്സ് വായിച്ചു, നോട്ട്സിലെ പോയിന്റ്സും വായിച്ചു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയുടെ കറക്റ്റായിട്ടുള്ള ഫോമാണ്. ഇവിടെ രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് അരുണ രക്തകോശങ്ങളാണ്. അരുണ രക്തകോശങ്ങൾ റെഡ് ബ്ലഡ് സെൽസ് RBC. അതുപോലെ ഇവിടെ ശ്വേത രക്താണുക്കളുടെ കാര്യം പറയുന്നത് ഇവിടെ ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത് ലൂക്കോസൈറ്റ്സ് എന്നാണ്. ശ്വേത രക്താണുക്കൾ, വെളുത്ത രക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ് WBC. അതുപോലെ ഇവിടെ നാലാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതിൻ്റെ കറക്റ്റ് ഫോം നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനാണ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ചോദ്യങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ക്രിക്കറ്റ്, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ. ആൻസർ ക്രിക്കറ്റ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റ്. നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ഓപ്ഷൻസ് കേരളം, മണിപ്പൂർ, മഹാരാഷ്ട്ര, തമിഴ്നാട്. അറിയാവുന്നവർ എഴുതുക. ഉത്തരം മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഓപ്ഷൻസ് 2019 സെപ്റ്റംബർ 7, 2019 ജൂലൈ 3, 2019 ഏപ്രിൽ 21, 2019 ജൂലൈ 22. അറിയാവുന്നവർ എഴുതുക. ഉത്തരം 2019 ജൂലൈ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ഇവിടെ ചോദ്യം ചോദിച്ചിരുന്നത് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തീയതിയായിരുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തീയതി 22 ജൂലൈ 2019. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 2. നമ്മളിവിടെ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തീയതി കൂടെ നോക്കി വെക്കാം. ചന്ദ്രയാൻ 1 ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യം വിക്ഷേപണ തീയതി 22 ഒക്ടോബർ 2008. ചന്ദ്രയാൻ 1 വിക്ഷേപണ തീയതി 22 ഒക്ടോബർ 2008. ചന്ദ്രയാൻ 2 വിക്ഷേപണ തീയതി 22 ജൂലൈ 2019. നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ തീയതി, ദിവസം, മാസം, വർഷം അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഓപ്ഷൻസ് ശാന്തി ദേവി, സുധാ ഹരിനാരായൺ, KV റാബിയ, P അനിത. ഉത്തരം KV റാബിയ. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക KV റാബിയ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. പത്മശ്രീ പുരസ്കാരങ്ങൾ 2022 നേടിയ മലയാളികൾ 4 പേരാണ്. വർഷം ശ്രദ്ധിക്കുക. 2022 പത്മശ്രീ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ 4 പേര്. അവരുടെ പേരും അവരുടെ കർമ്മമേഖലയും നോക്കാം. പത്മശ്രീ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ: P നാരായണക്കുറുപ്പ്, കവി, വിദ്യാഭ്യാസ വിചക്ഷണൻ; സൂസമ്മ ഐപ്പ്, മൃഗസംരക്ഷണ വിദഗ്ധ; ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ, കളരി ഗുരുക്കൾ, ആയോധന കല മാസ്റ്റർ; KV റാബിയ, സാമൂഹിക പ്രവർത്തക. 2022 പത്മശ്രീ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ 4 പേരാണ്: P നാരായണക്കുറുപ്പ്, സൂസമ്മ ഐപ്പ്, ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ, KV റാബിയ. ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി? ഓപ്ഷൻസ് R ശങ്കർ, EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, C അച്യുതമേനോൻ. ഉത്തരം പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്ട്രാ പോയിന്റ്സ് തരുന്നില്ല, കാരണം ഈ ഒരു ടോപ്പിക് കേരള ഹിസ്റ്ററിയിൽ വരുന്ന ചോദ്യമാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി തന്നെയുള്ള കേരള രാഷ്ട്രീയം എന്നുള്ള പാർട്ടിൽ വരുന്ന ചോദ്യമാണിത്.
നമുക്ക് ആ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, ആ ഒരു ക്ലാസ്സിൽ ഈ ചോദ്യത്തിൻ്റെ എക്സ്ട്രാ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 8ാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: ഒ രാജഗോപാൽ, ജോസഫ് മുണ്ടശ്ശേരി, പി കുഞ്ഞിരാമൻ നായർ, പുതുശ്ശേരി രാമചന്ദ്രൻ. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. PSC പല പ്രാവശ്യം ആവർത്തിച്ചുള്ള ചോദ്യമാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. 9ാമത്തെ ചോദ്യം, കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, AR രാജരാജവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, N കൃഷ്ണപിള്ള. ഉത്തരം AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. ഇതും PSC പല തവണ ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ്. 10ാമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ഓപ്ഷൻസ്: ബിരിയാണി, വാസന്തി, വെയിൽ മരങ്ങൾ, മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഉത്തരം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. മികച്ച ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന അവാർഡുകളാണ് നോക്കുന്നത്. 67ാമത് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 68ാമത് അവാർഡ് സൂര്യറൈ പോട്ടറു. 69ാമത് മികച്ച ചിത്രം റോക്കറ്ററി ദ നമ്പി എഫക്ട്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഓപ്ഷൻസ്: 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 35 ഡിഗ്രി 7 മിനിറ്റ് നോർത്ത്, 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത്, 35 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, 7 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എന്നീ അക്ഷാംശങ്ങൾക്കും ലാറ്റിറ്റ്യൂഡ് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 97 ഡിഗ്രി 25 ഡിഗ്രി ഈസ്റ്റ് എന്നീ രേഖാംശങ്ങൾ ലോഞ്ചിറ്റ്യൂഡുകൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 വാല്യൂം കാണുന്നത് പഠിച്ചിട്ടുണ്ടാവും. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റും നിങ്ങൾ വാല്യൂ എല്ലാം കാണുന്നത് പഠിച്ചിരിക്കും. പക്ഷേ എക്സാം ഹാളിൽ ചോദ്യം ചോദിക്കുമ്പോൾ അക്ഷാംശമാണോ രേഖാംശമാണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പോയിന്റ് പറഞ്ഞുതരാം. അതായത് അക്ഷാംശങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അഷ്ടം എന്നോർക്ക്. അഷ്ടം എന്നാൽ 8 എന്നാണ് അർത്ഥം. അപ്പോൾ അഷ്ടം 8. അപ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, അത് അക്ഷാംശം. അക്ഷാംശം എന്ന് പറയുമ്പോൾ അഷ്ടം എന്നോർക്ക്. അഷ്ടം എന്നാൽ എന്താണ്? 8 എന്നാണ് അർത്ഥം. അപ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് അക്ഷാംശം അഥവാ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ രേഖാംശം എത്രയാ? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. രേഖാംശം ലോഞ്ചിറ്റ്യൂഡ്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 12ാമത്തെ ചോദ്യം, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: ഡാർജിലിംഗ്, സിംല, ഷില്ലോങ്, ദ്രാസ്. ഉത്തരം ദ്രാസ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഓപ്ഷൻസ്: സഹാറ, അറ്റക്കാമ, ലഡാക്ക്, താർ. ഉത്തരം ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക്. 14ാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻസ്: ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഉത്തരം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. നിങ്ങൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിന്റെയും ടിബറ്റിന്റെയും ചൈനയുടെ സ്വയംഭരണ പ്രദേശം അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: സദിയ ദുബ്രി, അലഹബാദ് ഹാൽദിയ, കൊല്ലം കോട്ടപ്പുറം, കാക്കിനട പുതുച്ചേരി. ഉത്തരം അലഹാബാദ് ഹാൽദിയ. ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്നത് അലഹാബാദ് ഹാൽദിയ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ദേശീയ ജലപാതകളെ കുറിച്ചുള്ള എക്സ്ട്രാ പോയിന്റ്സ് ആണ് പറയുന്നത്. ദേശീയ ജലപാത, നാഷണൽ വാട്ടർവേസ്. അപ്പോൾ ദേശീയ ജലപാതകൾ ധാരാളമുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ ജലപാതകളാണ് നോക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് വാട്ടർവേസ്, എല്ലാവരും വാട്ടർവേസിൻ്റെ പേരൊക്കെ, ജലപാതകളുടെയൊക്കെ പേരൊക്കെ പഠിച്ചു വെക്കും. പക്ഷെ പലരും നദികളുടെ പേര് പഠിക്കാനോ അല്ലെങ്കിൽ അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ, സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിക്കാറില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കുക. കാരണം എക്സാം ഒക്കെ കോമ്പറ്റീഷൻ ലെവലൊക്കെ കൂടി വരികയാണ്. അപ്പോൾ നാഷണൽ വാട്ടർവേസിൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ. നാഷണൽ വാട്ടർവേസ് ഏതൊക്കെ നദിയിലൂടെയാണ് പോകുന്നത്, അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ് വാട്ടർവേസിൻ്റെ പോയിന്റ്സ് വായിക്കാം. നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത 1 ഹാൽദിയ അലഹാബാദ്. നദി ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദി. ദേശീയ ജലപാത കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. നാഷണൽ വാട്ടർവേ 2 ദേശീയ ജലപാത 2 ധൂബ്രി സാദിയ.
നദി ബ്രഹ്മപുത്ര നദി. കടന്നു പോകുന്ന സംസ്ഥാനം ആസാം. നാഷണൽ വാട്ടർവേ 3, ദേശീയ ജലപാത 3, വെസ്റ്റ് കോസ്റ്റ് കനാൽ, കോട്ടപ്പുറം കൊല്ലം, ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ. കടന്നു പോകുന്ന സംസ്ഥാനം കേരളം. നാഷണൽ വാട്ടർവേ 4, ദേശീയ ജലപാത 4, കാക്കിനട പുതുച്ചേരി, കൃഷ്ണ ഗോദാവരി നദി. കടന്നു പോകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നാഷണൽ വാട്ടർവേ 8, ആലപ്പുഴ ചങ്ങനാശ്ശേരി, സംസ്ഥാനം കേരളം. നാഷണൽ വാട്ടർവേ 9, ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ, കേരളം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ ജലപാതകളുടെ പോയിന്റ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ. നമ്മളിത് പാർട്ട് 1 ക്ലാസ്സാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 15 വരെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള നോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുക. അഭിപ്രായം അനുസരിച്ചാണ് ക്ലാസ്സൊക്കെ മോഡിഫൈ ചെയ്യുന്നത്. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസാണ് മുന്നോട്ടുള്ള ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്ലാസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.